തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വികസനത്തിലൂന്നി വോട്ട് ഉറപ്പിക്കാൻ ഒരുങ്ങുകയാണ് LDF. ശബരിമല സ്വർണ്ണ കവർച്ചയും ഭരണവിരുദ്ധ വികാരവും ഉയർത്തി പ്രചാരണം ശക്തമാക്കുകയാണ് UDF. അതേസമയം പ്രധാനമന്ത്രി കേരളത്തിലെത്തിച്ച് തന്ത്രം മാറ്റാനാണ് NDAയുടെ ശ്രമം. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ലാസ്റ്റ് ലാപ്പിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കേവലം 12 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എല്ലാ മുന്നണികളും അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം മാറ്റുന്ന തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും LDF അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രചരണത്തിലെ മുഖ്യ ക്യാമ്പയിനർമാർ അവരുടെ പ്രചരണം ഇപ്പോൾ വികസനങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. മറ്റ് ആരോപണങ്ങളെ മുഖവിലേക്ക് എടുക്കാതെ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള ഓരോ വികസനങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണ പരിപാടികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡീൽ ആയിരുന്നു. അതായത് പല നിയമസഭാ മണ്ഡലങ്ങളിലും വ്യത്യസ്തമായ തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും BJPയും കോൺഗ്രസുമായും BJPയും CPIഎമ്മുമായിട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ ധാരണയുണ്ട് എന്ന തരത്തിൽ എല്ലാ വിഭാഗം, അതായത് LDFും UDFും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ ഡീൽ വിവാദത്തിന് ആദ്യം തുടക്കം കുറിച്ചത് കോൺഗ്രസ് തന്നെ ആയിരുന്നു. പ്രത്യേകിച്ചും ഈ പാലക്കാടുമായി ബന്ധപ്പെട്ട തുടങ്ങിയ വെച്ച ഈ വിവാദങ്ങൾ പിന്നീട് പല സ്ഥലങ്ങളിൽ അത് പ്രത്യേക രീതിയിലും ഒക്കെ തന്നെ അത് വലിയ തരത്തിലെ ചർച്ചയായി മാറപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും വ്യത്യസ്തമായ തരത്തിലുള്ള ഇങ്ങനെ ഇടപാടുകൾ നടക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് BJPയുമായിട്ടുള്ള ചില ധാരണകൾ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്ന തരത്തിലൊക്കെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കേട്ടതെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇനി ദിവസങ്ങൾ കുറഞ്ഞ സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു ചുവടുമാറ്റം തന്നെ ആയിരിക്കും ഇനി ഉണ്ടാവുക. അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ്. മുഖ്യമന്ത്രി വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത്. ഒട്ടുമിക്ക ആരോപണങ്ങളും അദ്ദേഹം UDFിൻ്റേതായി ഉയർത്തിയത് എല്ലാം തന്നെ തള്ളിപ്പറയുകയും ചെയ്തു. കാരണം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിന് നാനാ തുറയിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയുമ്പോൾ അല്ലെങ്കിൽ ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളെ നുണപ്രചാരണങ്ങളിലൂടെ അട്ടിമറിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രധാന ആരോപണം. അതേസമയം UDF ആകട്ടെ അവരുടെ താരപ്രചാരകളിൽ പ്രധാനിയായ രമേശ് ചെന്നിത്തല ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് മറ്റൊരു പുതിയ വിവാദമാണ്. അതായത് ഈ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുമായി അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളുമായി യോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സോഫ്റ്റ്വെയറുമായി പദ്ധതിക്ക് വലിയ തരത്തിലുള്ള ഒരു അഴിമതി അല്ലെങ്കിൽ അട്ടിമറി നടന്നിരിക്കുന്നു എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ഏകദേശം 700 കോടി രൂപയുടെ ഒരു ആരോപണമാണ് ഇടതു സർക്കാരിനെതിരെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വച്ചിരിക്കുന്നത്. ദിനേശ് BD കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനും ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി കരാർ നൽകി എന്നുള്ള ഒരു ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടി മുഖ്യമന്ത്രി തന്നെ നൽകിയിട്ടുണ്ട്. നേരത്തെ ടാറ്റയുമായി ആയിട്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറിയിരുന്നത്. പക്ഷേ അവർ പിന്നീട് പിന്മാറുകയായിരുന്നു. എന്തായാലും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ ഒന്നടങ്കം ഒരുമിച്ച് കോർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ള ആരോപണം മുഖ്യമന്ത്രിയും മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രചരണ രീതിയിലേക്ക് ഇരു മുന്നണികളും കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ശബരിമല വിവാദം ഉയർത്തിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ ഡീൽ വിഷയം ചർച്ചയായതോടുകൂടി തന്നെ ആ ശബരിമല വിവാദങ്ങൾ ഒന്ന് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. വീണ്ടും ശബരിമലയിൽ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ UDFും മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കോടതി വിധി വന്നിരുന്നു. ശബരിമല കൊടിമരത്തിൻ്റെ പുനർനിർമ്മാണവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സ്വർണ്ണ ഇടപാടുകളുമൊക്കെ വലിയ തരത്തിൽ ചർച്ചയാക്കി ആരോപണമാക്കി CPIഎം മുന്നോട്ട് വച്ചിരുന്നെങ്കിൽ തന്നെയും അത് കോടതി വിധിയോടുകൂടി തന്നെ അത്തരത്തിൽ ശബരിമലയിലെ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കവർച്ചയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആരോപണങ്ങളോ ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല എന്ന തരത്തിലേക്ക് ഒരു നിരീക്ഷണം അല്ലെങ്കിൽ വിധി ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നു. അതോടുകൂടി തന്നെ ആ പ്രശ്നം കെട്ടടങ്ങി. ഇത് കോൺഗ്രസിന് ഒരു ആശ്വാസമായി കാണാം. ഇത്തരം വിഷയങ്ങൾ, അതായത് ശബരിമലയുമായി ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക, അതുവഴി
അതുവഴി ജനങ്ങളിലേക്ക് സർക്കാരിൻ്റെ ഒരു മോശം സ്വഭാവം അല്ലെങ്കിൽ ഉണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ UDF ആലോചിക്കുന്നത്. മാത്രവുമല്ല UDFിൻ്റെ പ്രകടന പത്രിക 2 ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തു വരും. അതിനു മുമ്പേ തന്നെ ഒരു 5 പ്രഖ്യാപനങ്ങൾ രാഹുൽ ഗാന്ധി തന്നെ നടത്തിയിരുന്നു. അതിൽ ഒരു ബസ്, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ബസ് യാത്ര, അതിനൊരു തുടക്കം എന്ന രീതിയിൽ ചിറയൻകീഴിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് KSRTC ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഒരു നീക്കവുമൊക്കെ നടത്തിയിരിക്കുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇടതു മുന്നണിയും ഒപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും മാറ്റി മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. NDA ആകട്ടെ അവരുടെ ഏറ്റവും വലിയ താരപ്രചാരകൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തിൽ തന്നെ പ്രധാനമന്ത്രിയെ പാലക്കാടും തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമൊക്കെ എത്തിച്ചുകൊണ്ട് അവരുടെ പ്രചരണം കൊഴുപ്പിക്കാൻ തന്നെയാണ് നീക്കം. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വികസന പദ്ധതികൾ ഓരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്നതിന് വേണ്ടിയുമൊക്കെ BJPയും തുടക്കം കുറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡീൽ വിവാദങ്ങൾ തൽക്കാലം ഈ അടുത്ത അല്ലെങ്കിൽ അവസാന ലാപ്പിൽ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി തീർച്ചയായും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. കാരണം സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു, സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു, ചിഹ്നങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ നിന്ന് അത്തരം കാര്യങ്ങളിലും വിവാദങ്ങളിലും പെടാതെ തന്നെ രാഷ്ട്രീയപരമായുള്ള നീക്കങ്ങൾ പ്രത്യേകിച്ചും UDFും LDFും ഒക്കെ നടത്തും. കാരണം കഴിഞ്ഞ 10 പ്രാവശ്യമായി കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും അല്ലെങ്കിൽ തുടർഭരണം എന്ന ഒരു ലക്ഷ്യം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ അവർ മുന്നിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ടും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രതിരോധം തീർക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുമൊക്കെ ആയിരിക്കും ഇനി LDFിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. UDFിനെ സംബന്ധിച്ചിടത്തോളം അവർ ശബരിമലയിൽ നിന്ന് പിന്മാറില്ല, ശബരിമല വിവാദങ്ങൾ ഉയർത്തിപ്പിടിക്കും. അതുകൂടാതെ ഭരണവിരുദ്ധ വികാരങ്ങൾ ഓരോന്നോരായി എണ്ണിപ്പറയും. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ മേഖലകളിൽ നിയമനങ്ങളിൽ ഉണ്ടായ മരവിപ്പ്, അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ ഭക്ഷ്യമേഖലകളിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ, ഇവയൊന്നും കാര്യമായി കേരളത്തിനെ ബാധിച്ചിട്ടില്ല എന്ന തരത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടി UDF മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം UDFിൻ്റെ പ്രചരണ പരസ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഈ ഇടതു സർക്കാർ നടപ്പിലാക്കിയ ഓരോ പദ്ധതികളും അത് കൃത്യമായി നടപ്പിലായിട്ടില്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടില്ല എന്ന തരത്തിലേക്കാണ് അവരുടെ പരസ്യങ്ങൾ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത 1-2 ദിവസങ്ങളിൽ തന്നെ LDFും അവരുടെ അടുത്ത പ്രചാരണ തന്ത്രമായ പരസ്യങ്ങളിലേക്ക് കടക്കും. TV പരസ്യങ്ങൾ ഉൾപ്പെടെ അവർ പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ വിവിധ തരത്തിലുള്ള ഡിജിറ്റൽ ഫോർമാറ്റുകളിലേക്ക് കൂടി ഇനി ഈ പരസ്യ പ്രചരണം എത്തുമ്പോഴേക്കും മൊത്തത്തിൽ ഈ പ്രചരണത്തിൻ്റെ ഒരു മുഖം മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. NDA സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിൽ നിന്നും ഒരു 5 മുതൽ 10 വരെ സീറ്റുകളാണ് അവരുടെ പ്രതീക്ഷയായി മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും കൊല്ലത്തും അതുപോലെ തന്നെ പാലക്കാടും കാസർഗോഡ് മഞ്ചേശ്വരവും ഒക്കെ തന്നെ അവരുടെ ലിസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ അവർ ഉന്നം വെച്ചിട്ടുണ്ട് ഈ മേഖലകളിൽ നിന്നൊക്കെ സീറ്റുകൾ. അതുകൊണ്ട് തന്നെ കൃത്യമായും ആ സീറ്റുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നയപരമായ നീക്കങ്ങൾ BJPയും നടത്തും. തിരുവനന്തപുരത്താണ് അവരുടെ ഏറ്റവും പ്രധാന സ്ഥാനാർത്ഥി എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് നേമമാണ്. കാരണം മുൻ MLAമാരാണ് 2 പേരും. UDFിൻ്റെ മുൻ MLA അരുവിക്കരയിലെ MLA ആയിരുന്ന ശബരിനാഥും ഒപ്പം ഇപ്പോഴത്തെ മന്ത്രിയും അതിന് എല്ലാം ഉപരിയായി നിയമത്തെ നിന്ന് പല പ്രാവശ്യം നിയമസഭയിലേക്ക് എത്തിയ ആളുമാണ് V. ശിവൻകുട്ടി. ഇവർക്ക് 2 പേർക്കുമെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം എന്ന് തന്നെ പറയാൻ കഴിയും. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തും ഒപ്പം വട്ടിയൂർക്കാവിലും ഒക്കെ തന്നെ BJP പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം UDFിന് തെക്കൻ കേരളത്തിൽ നിന്നും, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഈ ജില്ലകളിൽ നിന്നായി 20 മുതൽ 35 സീറ്റ് വരെയാണ് അവരുടെ പ്രതീക്ഷ. അത്തരത്തിൽ സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഭരണമുറപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളും നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരവും കൊല്ലവും പത്തനംതിട്ടയും ഒക്കെ ഒരുപോലെ തന്നെ UDFിനെ കൈവിട്ട ജില്ലകളാണ്. തിരുവനന്തപുരത്ത് ഒരിടത്ത് മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്, കൊല്ലത്ത് 2ഇടത്തും, പത്തനംതിട്ട പൂർണ്ണമായും UDFിനെ കൈവിടുന്ന കാഴ്ചയും കണ്ടു. അത്തരത്തിൽ വലിയ തരത്തിൽ പരാജയമുണ്ടായ ജില്ലകളിലൊക്കെ തന്നെ ഒരു മാറ്റം വരുത്തുവാൻ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് മുന്നോട്ട്
മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം LDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നവർ തന്നെയാണ്. പുതിയ മുഖങ്ങളൊന്നും തന്നെ തെക്കൻ കേരളത്തിൽ കാര്യമായി ഇല്ല. അപ്പോൾ പഴയ ആളുകളിലൂടെ തന്നെ നിയമസഭാ മണ്ഡലങ്ങൾ ഉറപ്പിക്കാൻ കഴിയും എന്ന് LDF പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഓരോന്നായി എടുത്തു പറയുകയും മണ്ഡലങ്ങളിൽ കിഫ്ബി വഴി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും എടുത്തു കാണിക്കുകയും ചെയ്യുമ്പോഴേക്കും അത് ജനങ്ങളിൽ നിന്നും ഒരു സഹായകരമായ വോട്ടായി മാറപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ് LDFിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഗൗരവതരമായ മാറ്റങ്ങൾ വരുത്താൻ LDFിന് അല്ലെങ്കിൽ CPIMന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നതും. അങ്ങനെ തെക്കൻ കേരളത്തിൽ ഇത്തരത്തിൽ വലിയ ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. അതേസമയം വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇരു മുന്നണികളും വലിയ തരത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോടൊക്കെ വലിയ തരത്തിൽ UDFിന് തിരിച്ചടി ഉണ്ടായ ജില്ലകളാണ്. ആ ജില്ലകളിലൊക്കെ ഇത്തവണ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് തന്നെയാണ് കോഴിക്കോടും ഒപ്പം തന്നെ കാസർഗോഡും കണ്ണൂരുമൊക്കെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ K. സുധാകരൻ ഒരു വിയോജിപ്പുമായി എത്തി മത്സരരംഗത്തേക്ക് എത്തണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ തന്നെയും പിന്നീട് അത് അദ്ദേഹം ഒഴിവായി ഒരു താരപ്രചാരകനായി തന്നെ അദ്ദേഹം മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂരിൽ വിജയം വരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ K. സുധാകരൻ തന്നെ പറയുന്നുണ്ട്. കോൺഗ്രസിന് കണ്ണൂരിൽ വിജയിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. കാസർഗോഡും ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മലപ്പുറം സംബന്ധിച്ചിടത്തോളം അത് ലീഗിൻ്റെ ഒരു ശക്തമായ മേഖല കൂടിയാണ്. ലീഗും അവിടെ വലിയ വിജയപ്രതീക്ഷയിലാണ് ഉള്ളത്. എന്നാൽ ഇവിടെയൊക്കെ തന്നെ അട്ടിമറി വിജയം കൈവയ്ക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് LDFും പറയുന്നത്. എന്തായാലും കേരളത്തിൽ LDFും UDFും NDAയും എല്ലാം തന്നെ അവസാന ലാപ്പിലേക്ക് അവരുടെ പ്രചരണവുമായി എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി താരപ്രചാരകരെല്ലാം തന്നെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ എത്തപ്പെടുന്നു. തിരക്കുള്ള ദിവസങ്ങളായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ളത്. ഒപ്പം ഈ പ്രചരണ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് മാറ്റത്തിലേക്ക് കടക്കുന്നു. ഏകദേശം ഡിജിറ്റൽ രീതികളിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന എല്ലാ മേഖലകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഓരോന്നോരോന്നായി വിനിയോഗിച്ചുകൊണ്ടാണ് മൂന്ന് മുന്നണികളും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ടി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.